കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ എംകോം വിദ്യാർത്ഥികൾക്ക് 2023 ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ടാക്സ് പ്ലാനിംഗ് 1 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് ബിയിൽ 13ാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Mr. Viraj is a manager of a company. He furnished the following details. First one, Mr. Viraj transferred a property worth rupees 30 lakh to his son's minor child in 2017. The income accrued to the child from the property was rupees 50,000 during the year 2021-22. Second one, he transferred a property worth rupees 2 lakh to his son's wife. Other incomes are income from salary 1,20,000 and winning from chess rupees 5,000. Compute his taxable income for the previous year 2021-22. Okay, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്ന ഒരു പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനെ വർക്ക്ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വർക്ക്ഔട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഹെഡ്സുകൾ നമ്മൾ ടോട്ടൽ ചെയ്യണം. അതായത് ഒന്നാമത്തെ ഹെഡ് എന്താണ്? ഇൻകം ഫ്രം സാലറി ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻകം ഫ്രം സാലറി തന്നിട്ടുണ്ട്. അപ്പൊ ആ ഇൻകം ഫ്രം സാലറി നമ്മൾ കാണിക്കുന്നു. ഇൻകം ഫ്രം സാലറി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എത്രയാണ്? ഇൻകം ഫ്രം സാലറി തന്നിട്ടുള്ളത് 1,20,000 ആണ് ഇൻകം ഫ്രം സാലറി തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഹെഡ് വരുന്നത് എന്താണ്? ഇവിടെ 2 ഹെഡ് മാത്രമേ ഉള്ളൂ, ഇൻകം ഫ്രം സാലറിയും അതർ സോഴ്സും. അടുത്ത ഹെഡ് വരുന്നത് എന്താണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. ഓക്കെ, ഇൻകം ഫ്രം അതർ സോഴ്സ്. അതായത് അതർ സോഴ്സിൽ ഇവിടെ എന്താണ് വരുന്നത്? വിന്നിംഗ് ആണ്. വിന്നിംഗ് ഫ്രം ചെസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. വിന്നിംഗ് ഫ്രം ചെസ് എത്രയാണ് തന്നത്? 5,000 ആണ്. ആ 5,000 നമ്മൾ കാണിക്കുന്നു. ഇനി ഇവിടെ നെക്സ്റ്റ് വരുന്നത് ക്ലബിംഗ് ആണ്. ഓക്കെ, ക്ലബിംഗ് ഓഫ് ഇൻകം ആണ് അടുത്ത വരുന്നത്. അതായത് ഈ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. ഈ കിട്ടിയിരിക്കുന്നതിന്റെ കൂടെ ആഡ് ചെയ്യണം. ഇവിടെ വരുന്നത് 1,25,000 ആണ് ടോട്ടൽ വരുന്നത്. ഇതിന്റെ കൂടെ ക്ലബ് ചെയ്യുന്ന ഇൻകംസ് എല്ലാം ആഡ് ചെയ്യണം. ഇതിൽ ഒന്നാമത്തെ നോക്കുക. വിരാട് ട്രാൻസ്ഫേർഡ് 30 lakh rupees ടു സൺസ് മൈനർ ചൈൽഡ് ആണ്. ഒരു മൈനർ ചൈൽഡിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതിൽ നിന്ന് വരുന്ന ഇൻകം, അത് ആ ഇൻകം എന്ത് ചെയ്യും? ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാളുടെ ഇൻകത്തിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും? ക്ലബ് ചെയ്യപ്പെടും. അതായത് ഇതിൽ നിന്ന് വരുന്ന ഇൻകം എത്രയാണ്? ഒന്നാമത്തതിൽ അതിൽ നിന്ന് വരുന്ന ഇൻകം 50,000 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ക്ലബിംഗ് ഓഫ് ഇൻകത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു അതിനാ. അതായത് പ്രോപ്പർട്ടി from property to son's minor child. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണ്? 50,000 ആണ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും 1,500 മൈനർ ചൈൽഡിന്റെ ഇൻകം ക്ലബ് ചെയ്യപ്പെടുന്ന സമയത്ത് 1,500 എന്ത് ചെയ്യും? നമുക്ക് ഡിഡക്ഷൻ കിട്ടും, എക്സംഷൻ കിട്ടും. അപ്പൊ 1,500 കുറക്കുന്നു. 50,000 നിന്നും 1,500 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 48,500 എന്ന് കിട്ടും. ഓക്കെ, രണ്ടാമത് പ്രോപ്പർട്ടി ട്രാൻസ്ഫേർഡ് ടു ഹിസ് സൺസ് വൈഫ് ആണ്. ഓക്കെ, പ്രോപ്പർട്ടി ട്രാൻസ്ഫേർഡ് ടു സൺസ് വൈഫ് ആണ്. മകന്റെ ഭാര്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിനെയും വിരാടിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യും? ക്ലബ് ചെയ്യപ്പെടും. എത്രയാണ് ഇതിൽ നിന്ന് വരുന്ന ഇൻകം? 30,000 ആണ് വരുന്നത്. ഇനി മൂന്നാമത്തെ വരുന്നത് ഇവിടെ വരുന്ന ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി HUF ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ ഇതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? ഓക്കെ, ഇവിടെ വരുന്ന ഇൻകം ഇതിൽ നിന്നും 20,000 ആണ് വരുന്നത്. ആ 20,000നെയും എന്ത് ചെയ്യപ്പെടും? ഇതിലേക്ക് ക്ലബ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പൊ 1,25,000 കൂടെ 48,500 30,000 20,000 നമ്മൾ ആഡ് ചെയ്യുന്നു. ഇതെല്ലാം ക്ലബ് ചെയ്യപ്പെടും. അപ്പൊ ഇത് ക്ലബ് ചെയ്യപ്പെട്ടാല് നമുക്ക് കിട്ടുന്ന എത്രയാണ്? 2,23,500 എന്ന് കിട്ടും. ഈ കിട്ടുന്നതാണ് എന്ത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങളോട് ചോദിച്ചത് ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇതിൽ നമ്മൾ ഡിഡക്ഷൻസ് മൈനസ് ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ ഡിഡക്ഷൻസ് ഒന്നും വന്നിട്ടില്ല. ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C2 80U ഇവിടെ ഡിഡക്ഷൻസ് ഒന്നുമില്ല. അപ്പൊ ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം എന്ത് തന്നെ വരും? ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് 2,23,500 തന്നെ ടാക്സബിൾ ഇൻകം വരും. ഓക്കെ, ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ.